അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗാർഡൻ ഉഷാറായിട്ടുണ്ടല്ലേ? എല്ലാം പച്ചക്കറികളാണ്. എനിക്ക് 2 ആഴ്ച നാട്ടിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗാർഡൻ വെള്ളീച്ച, അതായത് മീലി ബഗ്സ് തുരന്ന് ചെടികളൊക്കെ തുരുമ്പിച്ചും മുരടിച്ചും ഉണങ്ങിയ പോലെയൊക്കെ ആയിട്ടുണ്ട്. ഞാനിതിനെ എങ്ങനെ ഓടിക്കുന്നതെന്ന് കാണിക്കാം. നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നനയ്ക്കാൻ ഏർപ്പാടാക്കിയതുകൊണ്ട് നനയ്ക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കുറേയൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ വെള്ളരിക്കില്ലേ സാമ്പാർ, ഇതിപ്പം വിഷു കണി വെള്ളരിയാണ്, പക്ഷേ ആയി വരുന്നേ ഉള്ളൂ. അതിലൊക്കെ വെള്ളീച്ച കണ്ടില്ലേ, വെളുത്തിട്ട്. അതോടൊപ്പം നമുക്ക് കുറച്ച് ഉറുമ്പുകളെ കാണാം. ഉറുമ്പുണ്ടോ ഉറപ്പാക്കുക വെള്ളീച്ച. പിന്നെ ഇലകളൊക്കെ കുത്തായിട്ട് കിടക്കുന്നുണ്ടാവും. ഒക്കെ ഒരുമാതിരിയാണ്. എൻ്റെ ഇവിടെ ചട്ടിയിൽ ഞാൻ തണ്ണിമത്തനും നട്ടിട്ടുണ്ട്, കുമ്പളങ്ങ, വെള്ളരി ഒക്കെ ഉണ്ട് കേട്ടോ, പടവലങ്ങയും ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ കായൊക്കെ ഇടാൻ ഞാൻ ഈ സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന 3 ഐറ്റംസ് മതി ഇതിന്. നമുക്ക് ചെടികൾ പഴയ രീതിയിലേക്ക് മാറ്റിയെടുക്കാം. ആദ്യം നന്നായിട്ട് വെള്ളീച്ചയുള്ള ബ്രാഞ്ചസൊക്കെ നമുക്ക് വെട്ടിക്കളയാവുന്നതാണ്. ഇവിടെ വെക്കരുത്, ദൂരേക്ക് കളയുക. പിന്നെ ഇലയുടെ അടിഭാഗത്തും മേലെയും കായ്കളുണ്ടെങ്കിൽ കായ്കളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു വൈകുന്നേരമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം ഭയങ്കര വെയിൽ കൊള്ളാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അർത്ഥം. റോസ്മേരി അടക്കം എല്ലാ ചെടികളിലും ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാത്തിനും കുറേ ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ വെട്ടിക്കളഞ്ഞു. ബാക്കി ഉള്ളതിലൊക്കെ ഈ സൊല്യൂഷനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇലയുടെ അടിയിലും മേലെയും എല്ലായിടത്തും കണ്ടില്ലേ, നന്നായിട്ട് അങ്ങോട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. എൻ്റെ സ്പ്രേയർ ചീത്തയായിപ്പോയി. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ആക്കിയിട്ട് ഇനി നെക്സ്റ്റ് വീക്ക് ആക്കുന്നു. അങ്ങനെ 2-3 ആഴ്ച കേട്ടോ. 3-ാമത്തെ ആഴ്ചയായപ്പോഴത്തേക്കും നന്നായിട്ട് ചെടികളിൽ അതൊക്കെ മാറിയിട്ട് ചെടികൾ ഉഷാറായിട്ടുണ്ട്, കായ പിടിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഉറുമ്പ് വരുന്നതിൻ്റെ ലക്ഷണം മീലി ബഗ്സ് സ്റ്റിൽ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി അടിച്ചു നോക്കുക. കണ്ടില്ലേ, വെള്ളരി ആയിട്ടുണ്ട്. തണ്ണിമത്തനും പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അത് ആൺപൂവ്. ഇവിടെ ഇരിക്കുന്നത് പെൺപൂവാണ്. കണ്ടില്ലേ, ഇതാണ് ആൺപൂവ്. പെൺപൂവിൻ്റെ അടിയിൽ ചെറിയ കായ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സൊല്യൂഷൻ, കുറച്ച് ലിക്വിഡ്, പാത്രം കഴുകുന്ന സോപ്പ് ലായനി 1 സ്പൂണ്, അതോടൊപ്പം വെളുത്തുള്ളി 1 തുടം എടുക്കുക. ആ വെളുത്തുള്ളി കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ നീര് മാത്രം മതി. കണ്ടോ, നമ്മളിതിലേക്ക് അരിച്ചെടുക്കുകയാണ്. ബാക്കി ചണ്ടി നമുക്ക് ചെടിച്ചട്ടികളിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയെടുത്ത് ആ നീര് മുഴുക്കനും കിട്ടും. കണ്ടില്ലേ, നീര് മുഴുക്കനും വരണം. അതിനുശേഷം ഈ ചണ്ടി നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏത് ബോട്ടിലാണ് നമ്മൾ സ്പ്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് ഇത് പാർന്ന് കൊടുക്കാം. അതിലേക്ക് ആ കുപ്പി നിറയുന്ന, അതായത് ഒരു 1/4 ഗ്ലാസ് നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം ചേർക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം അധികം കട്ടിയുള്ളതാക്കുമ്പോൾ നമ്മുടെ ചെടികളെല്ലാം ഉണങ്ങിപ്പോകും. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് പ്രയോഗിക്കുക കേട്ടോ. ലായനി നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. ബാക്കി വെളുത്തുള്ളിയുടെ ഇങ്ങനെ ചെടിയുടെ അടിയിൽ ഇട്ട് കൊടുത്താൽ എറുമ്പും പ്രാണികളൊന്നും കയറാതെ ചെടികൾ രക്ഷപ്പെടും. നമ്മളെ സൊല്യൂഷൻ റെഡിയാണ്. നമ്മൾ 2-3 ആഴ്ച അടിച്ചു കൊടുത്തതിൻ്റെ ഫലമാണ് ചെടികളൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട്. നമുക്ക് ബാൽക്കണിയിലോ ടെറസിലോ ഒക്കെ ഇങ്ങനെ ചട്ടിയിൽ ചെടികൾ വളർത്താവുന്നതേ ഉള്ളൂ. വള്ളികളായാലും പടർന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ കണ്ടില്ല, ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. ഇത് ബക്കറ്റിലാണ്. നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. 3-4 കായ്കൾ. ആദ്യം വന്നതൊക്കെ കൊഴിഞ്ഞു പോയി, മീലി ബഗ്സ് കാരണമാണ്. ഞാൻ എൻ്റെ ചട്ടികളിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സാധാരണ മണ്ണും മണലും പിന്നെ അടുക്കളയിലെ വെജിറ്റബിൾ വേസ്റ്റും, കരിയില കിട്ടുമ്പോൾ കരിയിലയും ചേർക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഉള്ള സ്ഥലത്ത് ഇത്തിരിയെങ്കിലും പച്ചക്കറി നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ രസം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ
ഈ ചെറിയ വീഡിയോ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് തരണം, അതുപോലെ ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതായിട്ട് കമൻറ്റ്സ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.